യെസ്, അങ്ങനെ ഇന്നത്തോടെ അവസാനത്തെ റോ എപ്പിസോഡും പൂർത്തിയായിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം മാത്രമേ നമുക്കൊരു ലൈവ് റോ എപ്പിസോഡ് കാണാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ സ്മാക്ക് ഡൗണും അതുപോലെ തന്നെയാണ്. നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡ് എന്ന് പറയുന്നത് ടേപ്പ്ഡ് സ്മാക്ക് ഡൗൺ എപ്പിസോഡാണ്. സോ ഈ ഒരു വർഷം നമുക്കൊരു ലൈവ് ഷോ കാണാൻ സാധിക്കുന്നില്ല. കൂടാതെ അടുത്ത വരാൻ പോകുന്ന റോ എപ്പിസോഡ് എന്ന് പറയുന്നത് അതൊരു ടേപ്പ്ഡോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. അത് എനിക്കൊന്ന് ബെസ്റ്റ് ഓഫ് റോ അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് സ്മാക്ക് ഡൗൺ, അത് ഈ വർഷത്തെ ഏറ്റവും മികച്ച മാച്ചുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു റോ എപ്പിസോഡായിരിക്കും. സോ എല്ലാം കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ അതായത് ഇനി അടുത്ത വർഷം മാത്രമേ നമുക്കൊരു ലൈവായിട്ടുള്ള റോയി സ്മാക്ക് ഡൗൺ ഒക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും വലിയൊരു വെക്കേഷൻ തന്നെ ട്രിപ്പിൾ എച്ച് അവരുടെ സൂപ്പർ സ്റ്റാർസ് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡേ 1 ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. ഡേ 1 വമ്പൻ മാച്ചുകളാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് വമ്പൻ തിരിച്ചു വരുവാണ് ഡേ 1 WWE നടത്താൻ പോകുന്നത്. എന്തായാലും വമ്പൻ ചാമ്പ്യൻഷിപ്പ് മാച്ചുകളൊക്കെ ഡേ 1 കൺഫേം ചെയ്തിട്ടുണ്ട്. റിയ റിപ്ലി ഇവാനയിലും വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള മാച്ചുണ്ട്. അതുപോലെ തന്നെ സെത്ത് ഫ്രീക്കൻ റോളിൻസും ഡ്രൂ മക്കിനീറും തമ്മിലുള്ള വേൾഡ് ഹെവി ചാമ്പ്യൻഷിപ്പ് മാച്ച്, അതുപോലെ തന്നെ ബെക്കി ലിഞ്ച് നയ ജാക്സ് മാച്ചുണ്ട്. കൂടാതെ ടേഗൻ നോക്സ് നട്ടാലിയ വേഴ്സസ് ഷെയ്ന ബേസിലെ സോയി സ്റ്റാർക്ക് ഇവർ തമ്മിലുള്ള ടാഗ് ടീം മാച്ചുണ്ട്. സോ ഒരു വമ്പൻ തുടക്കം തന്നെയാണ് WWE ഡേ 1 നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡൊമിനിക് മിസ്റ്റീരിയോ അതുപോലെ തന്നെ റേ മിസ്റ്റീരിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. അത് ഇവരുടെ കോൺട്രാക്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്തായാലും റേ മിസ്റ്റീരിയോ ഡൊമിനിക് മിസ്റ്റീരിയോ ഇപ്പോൾ പുതിയൊരു കോൺട്രാക്റ്റ് WWE സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും റേ മിസ്റ്റീരിയോയുടെ കോൺട്രാക്റ്റിനെ കുറിച്ച് വലിയ അപ്ഡേറ്റ് ഒന്നുമില്ല. അദ്ദേഹം ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു, അത് മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഡൊമിനിക് മിസ്റ്റീരിയുമായിട്ട് ബന്ധപ്പെട്ട അതായത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു 5 വർഷം നീണ്ടൊരു കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതൊരു ലോങ് കോൺട്രാക്റ്റാണ് WWE അത് സൈൻ ചെയ്തിരിക്കുന്നത്. ലോങ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് 3 വർഷത്തിൽ കൂടുതലുള്ളതിനാണ് ലോങ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു ലോങ് കോൺട്രാക്റ്റ് തന്നെയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ നമ്മളെ എല്ലാവരും ചെറുതായിട്ടൊന്ന് നെറ്റി ചുളിപ്പിച്ച സൂപ്പർ സ്റ്റാറാണ് ഡൊമിനിക് മിസ്റ്റീരിയോ. പക്ഷേ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. സോ അദ്ദേഹം വെൽ ഡിസേർവിംഗ് ആണ് ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ. കൂടെ അദ്ദേഹം യങ് സൂപ്പർ സ്റ്റാറാണ്. സോ അദ്ദേഹത്തിന് മികച്ചതായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു കോൺട്രാക്റ്റ് എന്തുകൊണ്ടും നല്ലതാണ്. അതായത് അതിനെ ഗ്രോണപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ലോങ് കോൺട്രാക്ട്സ് ആണ് എന്തുകൊണ്ടും നല്ലത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്നറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. അതായത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോക്ക് ലെസ്നറുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഉണ്ടോ എന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ അപ്ഡേറ്റുകൾ വരെ ഞാൻ പങ്കുവെക്കാറുണ്ട്. നമുക്കറിയാം ബ്രോക്ക് ലെസ്നർ അടുത്ത വർഷം എപ്പോൾ വേണമെങ്കിലും റിട്ടയർ ആകാം. ഡേ 1 റിട്ടയർ ആകാം, റോയൽ റംബിൾ റിട്ടയർ ആകാം, എപ്പോൾ വേണമെങ്കിലും എലിമിനേഷൻ ചെയ്യുമ്പോൾ റിട്ടയർ ആകാം, എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം റിട്ടയർ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമുക്കറിയാം റസൽമേനിയയിലേക്ക് ബ്രോക്ക് ലെസ്നർ ഏതാണ്ടൊക്കെ കൺഫേം ആണ്. എന്തായാലും ആ ഒരു കൺഫേമിനെ കുറച്ചുകൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ്. അതായത് WWE പുതിയൊരു ട്രക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു ട്രക്കിൽ ഇപ്പോൾ ബ്രോക്ക് ലെസ്നറിനെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട് റസൽമേനിയയിലേക്ക്. സോ ഇതിലൂടെ നമുക്ക് ഏതാണ്ട് 95% കൺഫേം ചെയ്യാം ബ്രോക്ക് ലെസ്നർ റസൽമേനിയയിലേക്ക് ഉണ്ടാകുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് TNA ഇമ്പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ജനുവരി 13 TNAയുടെ വലിയൊരു പേപ്പർ വ്യൂ വരുന്നുണ്ട്. ആ ഒരു പേപ്പർ വ്യൂയുടെ പേരാണ് TNA ഇമ്പാക്ട് ഹാർഡ് ടു കിൽ. ഒരു പേപ്പർ വ്യൂവിനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വേൾഡ് വിൽ കൊളൈഡ് ഓൺ January 13. യു വോണ്ട് ബിലീവ് ഹു ഈസ് ഷോയിങ് അപ്പ്. അതായത് ഹാർഡ് ടു കിൽ എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ വ്യൂ നിങ്ങൾ വിചാരിക്കാത്ത ഒരു വ്യക്തി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ TNA ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതൊരു സർപ്രൈസ് എൻട്രൻസ് ആ ഒരു TNA ഇമ്പാക്റ്റിൽ ഉണ്ടായിരിക്കും. അതായത് ഹാർഡ് ടു കിൽ എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൽ ഉണ്ടായിരിക്കും. സോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് AJ സ്റ്റൈൽസ് ആയിരിക്കും ആ ഒരു വ്യക്തി എന്നാണ്. കാരണം നമുക്കറിയാം AJ സ്റ്റൈൽസ് TNAയുടെ ഒരു ഫേസ് ആയിരുന്നു. അദ്ദേഹം ആ ഒരു കമ്പനിക്ക് വേണ്ടി അദ്ദേഹത്തിന് മാക്സിമം ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനമായപ്പോഴത്തേനും TNA നല്ലൊരു കോൺട്രാക്റ്റ് ഒന്നും അദ്ദേഹത്തിന് ഓഫർ ചെയ്തില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം NJPWയിലേക്ക് പോയി, പിന്നെ അദ്ദേഹം WWയിലേക്ക് വന്നു. അങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ. സോ കുറേ നാൾ അവരുടെ കമ്പനിയുടെ നട്ടിലായി നിന്നുകൊണ്ട് തന്നെ AJ സ്റ്റൈൽസിനെ ചിലപ്പോൾ ഒരു സർപ്രൈസ് എൻട്രൻസ് ആയിട്ട് ഈ ഒരു പേപ്പർ വ്യൂയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. പിന്നെ നമുക്കറിയാം എൻഡവറും TNAയും തമ്മിലുള്ള ചെറിയൊരു പാർട്ട്ണർഷിപ്പൊക്കെ, അതുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. അതായത് ഒരു വൺ ടൈം അപ്പിയറൻസിന്, അതായത് ആ ഒരു പേപ്പർ വ്യൂവിൽ മാത്രം അപ്പിയർ ചെയ്യാനുള്ള സാധ്യതകൾ AJ സ്റ്റൈൽസ് വളരെയധികം കൂടുതലാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇതൊരു സ്പെക്കുലേഷൻ മാത്രമാണ്, നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ കേട്ടപ്പോൾ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് WWE സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. WWE പുതിയൊരു മാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. WWE സ്പീഡ് എന്ന് പറയുന്നത് WWE ഒഫീഷ്യൽ TVയിലൊന്നും വന്നിട്ടില്ല. അത് ലൈവ് ഇവൻസിലൊക്കെയാണ് ഈ ഒരു WWE സ്പീഡ് എന്ന് പറയുന്ന ഈ ഒരു ഇവൻറ്റ് നടത്തുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് TV ഷോസിലും വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഈ ഒരു WWE സ്പീഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 5 മിനിറ്റ് മാച്ചാണ്. ഒരു 5 മിനിറ്റ് മാച്ചിൽ വിജയിക്കുന്നവർക്ക് 1 പോയിൻറ്റ് ലഭിക്കും, അല്ലാത്തവർക്ക് ഒന്നും കിട്ടത്തില്ല. അത് ടൈ ആയിക്കഴിഞ്ഞാലും ഒന്നും കിട്ടത്തില്ല. എന്തായാലും ഇങ്ങനത്തെ ഒരു മാച്ചാണ് WWE സ്പീഡ് എന്ന് പറയുന്നത്. എന്തായാലും ഈ കിട്ടുന്ന പോയിൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നും WWE ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. എന്തായാലും അത് നമുക്ക് ഭാവിയിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു WWE സ്പീഡ് എന്ന് പറയുന്ന ഇതിൻ്റെ ആ ഒരു പേര് ഇപ്പോൾ WWE ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. സോ ഇത് ട്രേഡ് മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു മാച്ച് ലൈവ് TVയിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടിക്കഴിഞ്ഞു. എന്തായാലും അടുത്ത വർഷം മിക്കവാറും WWE സ്പീഡ് എന്ന് പറയുന്ന ഈ ഒരു മാച്ച് ഉണ്ടാകും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം അറിഞ്ഞാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മറ്റൊരു റോയൽ റംബിൾ അനൗൺസ്മെൻറ്റ് കൂടി നടത്തിയിരിക്കുകയാണ്. CM Punk റോയൽ റംബിളിലേക്ക് അനൗൺസ് ചെയ്തു. അതുപോലെ തന്നെ കോഡ് റോഡ്സ് ആണെന്ന് തോന്നുന്നു അനൗൺസ് ചെയ്ത്, 2 പേരാണെന്ന് തോന്നുന്നു മുമ്പ് അനൗൺസ് ചെയ്ത്. അതിൽ വുമൻസ് റോയൽ റംബിളിലേക്ക് ആദ്യത്തെ അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. അത് നയ ജാക്സ് ആണ്.
സോ മറ്റൊരു അനൗൺസ്മെൻറ്റ് കൂടി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കൂടുതൽ അനൗൺസ്മെൻറ്റ് ഒന്നും നടത്താതിരിക്കുന്നതാണ് നല്ലത്. ഒരു 5-6 പേരോട് അനൗൺസ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ സർപ്രൈസ് ആയിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. കാരണം റോയൽ റംബിൾ എന്ന് പറയുന്നത് ഫുൾ ഓഫ് സർപ്രൈസ് ആയിരിക്കണം, അതിലാണ് കാര്യം. പിന്നെ ഇടയ്ക്കത് ഒരു വർഷം മുമ്പത്തെ എങ്ങാനത്തെ റോയൽ റംബിൾ ആണെന്ന് തോന്നുന്നു എല്ലാവരും അനൗൺസ് ചെയ്തവരാണ്. അതായത് 30 പേരും അനൗൺസാണ്. ആരൊക്കെയാണ് വരുന്നത്. സോ അവിടെ പ്രത്യേകിച്ച് വലിയ സർപ്രൈസ് ഒന്നുമില്ല. സോ അങ്ങനത്തെ ഒരു റോയൽ റംബിൾ ആകാതിരിക്കട്ടെ, 3-4 പേര് മാത്രം അനൗൺസ് ചെയ്ത് ബാക്കിയൊക്കെ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ, അതാണ് എന്തുകൊണ്ടും നല്ലത്. ഇപ്പോൾ WWE ഉള്ളവരാണ് ഫുൾ വരുന്നതെങ്കിൽ പോലും നമുക്കതൊരു സർപ്രൈസ് ആയിട്ടിരിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും സർപ്രൈസ് നടക്കാം എന്നൊരു ഇത് നമുക്ക് തോന്നട്ടെ. അതുകൊണ്ട് തന്നെ ഫുൾ അനൗൺസ്മെൻറ്റ് നടത്താതിരിക്കുന്നത്, അത് 30 പേരെ അനൗൺസ് ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. MJFൻ്റെ AEW ആയിട്ടുള്ള കോൺട്രാക്ട് തീർന്നിരിക്കുകയാണ്. കൂടുതൽ പേരും പറഞ്ഞത് അദ്ദേഹം റിസൈൻ ചെയ്തു എന്നൊക്കെയാണ്. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു MJF അതായത് അതിൻ്റെ ഒരു കോൺട്രാക്ട് AEW ആയിട്ട് റിസൈൻ ചെയ്തു എന്ന്. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ്. കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് CM Punk ഇതുപോലെ കോൺട്രാക്ട് സൈൻ ചെയ്തതാണ് AEW വിട്ട്, അതുപോലെ കോഡ് റോഡ്സ് കോൺട്രാക്ട് സൈൻ ചെയ്തതാണ് AEW വിട്ട്. പക്ഷേ ഇവരെല്ലാം AEW വിട്ടുപോയി. അതുകൊണ്ട് കോൺട്രാക്ട് സൈൻ ചെയ്യണമെന്നൊന്നും ഇല്ല, AEW വിട്ടുപോകാനെന്നാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം AEW വിട്ട് ഇപ്പോഴേ പോകുന്നത്. കുറച്ചാൾ കൂടി അദ്ദേഹം AEW നിൽക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നമുക്കെല്ലാം കണ്ടു തന്നെ അറിയാം. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.